മരണത്തെ കുറിച്ച് പറയട്ടെ. മരണത്തെ കുറിച്ച് പറയുമ്പോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് സദഖല്ലാഹുൽ അലിയുൽ അളീം. അപ്പോ ഏതൊരു മനുഷ്യനും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ ഈ ലോകം കണ്ടുപിടിച്ച ശാസ്ത്രം പോലും വിശുദ്ധ ഖുർആൻ നോക്കിയിട്ടാ പലതും കണ്ടുപിടിച്ചത്. ഇന്ന് ഉലുക്ക വീണാലോ അലക്ക വീണാലോ പത്തായം വീണാലും നമ്മുടെ മനസ്സിൽ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകൂ. മനുഷ്യനെ മരിക്കുമ്പോ അള്ളാഹുവിന്റെ കലിമ ചൊല്ലി മരിക്കുന്നവര്, ഈമാനോടെ മരിക്കുന്നവര് അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ വേദനയെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെ വേദന എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മരണസമയത്ത് ആ പൊന്നാര മോളായ ഫാത്തിമ ബീവിയില്ലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നാര മോളായ ഫാത്തിമ ബീവി തന്റെ വാപ്പാനെ നോക്കിയിട്ട് പറയുകയാ, ആ വഫാത്തിന്റെ സമയത്ത് വകർബതയാ ലി അബീ വകർബത ലി അബീ, എന്റെ ഉപ്പാന്റെ വേദനയെ, എന്റെ ഉപ്പാന്റെ എന്തൊരു വേദനയോ, എന്റെ ഉപ്പാന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയുകയാ, ഇതിന് ശേഷം എനിക്കൊരു വേദനയില്ല, ഇതിന് ശേഷം എനിക്കൊരു വിഷമമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ വേദന പിടിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, അസ്റായീലേ മരണത്തിന് ഇത്രയും വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണേ, എന്റെ മലപ്പുറത്തെ എന്റെ ഉമ്മമാരെ ശ്രദ്ധിക്കണേ. എന്താണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? വെണ്ണയിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ നൂലെടുക്കുന്നത് അതുപോലെയാണ് നബി തങ്ങളെ ഇങ്ങനെ ആരോ അടുത്തതെന്ന് പറയുമ്പോ തെറ്റുകൾ വാരിക്കൂട്ടിക്കൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ കൊണ്ട് കൂടാരമാക്കിക്കൊണ്ട് തെറ്റുകൊണ്ട് കൊട്ടാരം പണിത ഉമ്മ, നമ്മളെ വളർച്ച നമ്മളാണ് മറന്നല്ലേ, അള്ളാഹുവിനെ മറന്നില്ല ഉപ്പ. ഇനി ഇങ്ങനെ ആയിരിക്കും അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് അങ്ങനെ ആയിരം പിടിക്കുക. ചിന്തിക്കണേ, മനസ്സിലാക്കണേ, ഗൗരവമായ കാര്യമാ. നമ്മുടെ എങ്ങനെ ആയിരിക്കും രോഗം പിടിക്കുക? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ എങ്ങനെയാ റൂഹ് പിടിക്കുന്നത്? സുരുല്ലാക്ക് പോലും വേദനിച്ചെങ്കിൽ തായ്ഫ് യാത്രക്കാര് കല്ലെറിഞ്ഞുകൊണ്ട് വീത്തിട്ടും അള്ളാഹുവിന്റെ ഹബീബ് ക്ഷമിച്ച് വേദന പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ട് അതും ക്ഷമിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, മരണത്തിന് ഇത്രയും വേദനയുണ്ടോ? നമ്മളെന്താ മരണത്തെ ഗൗരവമായി എടുക്കണ്ടേ? ഇന്നു ഞാൻ നാളെ നീ എന്നാ, ഇന്നു ഞാൻ നാളെ നീ എന്നല്ലേ അർത്ഥം? ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളാ. ആരാണെന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയാവൂ. അപ്പോ ഈ തർബിയത്തുൽ ഇസ്ലാം അംഗം എന്നോടൊന്ന് പറഞ്ഞു, ഈ നമ്മുടെ ഈ വേദി ഒരുക്കി തന്ന ഈ സഹോദരൻ മരണപ്പെട്ടു പോയി, പടച്ചതമ്പുരാൻ സ്വീകരിക്കുക. അല്ലാഹു നമ്മെ ആ സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? ആ സഹോദരന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. ഇരിക്കാൻ സൗകര്യമാക്കി തന്ന, അങ്ങോട്ട് നോക്കുമ്പോ ആരും ഇരുന്ന കാണുന്നില്ല, അതുകൊണ്ട് ഇരിക്കാൻ സൗകര്യമാക്കി തന്ന ആ സഹോദരൻ ഇന്ന് ഖബറിലാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമുക്ക് ഇൽമു കേൾക്കാൻ ആ സൗകര്യം തന്ന ആ സഹോദരൻ ഇന്ന് ഖബറിലാണെങ്കിൽ ഇന്ന് ഇൽമു കേട്ട് നമ്മളൊക്കെ ഇനി നാളെ എവിടെ ആയിരിക്കുമെന്ന് ആർക്കാ പറയാൻ കഴിയും? ആർക്കാ വാറണ്ടി നിൽക്കാൻ കഴിയും? ആർക്കാ ഗ്യാരണ്ടി നിൽക്കാൻ
ഏറ്റെടുക്കാൻ കഴിയാ? ആർക്കാ പറയാ? നാളെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കുമെന്ന് ആർക്കാ പറയാൻ കഴിയാ? ആർക്കും പറയാൻ കഴിയോ? ഇതിന് സംശയമുണ്ടോ? രണ്ടോട്ടം ചോദിക്കണം. നമ്മുടെ കാച്ചിനെക്കാണ്ട് ഇപ്പൊ അവരോട് രണ്ടോട്ടം ചോദിച്ചാലേ മറുപടി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? സംശയം ഉണ്ടോ? രാവിലെ എല്ലാരും ഉണ്ടാവോ? അതന്നെ അറിയില്ല. കാരണം എന്താ? കുറെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്, നമ്മളും പോവാനുണ്ട്. ഇപ്പൊ എല്ലാവർക്കും സംശയം. ഞാൻ നാളെ രാവിലെ ഉണ്ടാവുമല്ലോ, ഞാൻ നാളെ ഓഫീസിലെല്ലാം പറഞ്ഞ് ഞാൻ നാളെ വരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ സംശയം? ആരും അഹങ്കരിച്ചു പോകല്ലേ. നമുക്കിതല്ലേ നമുക്ക് വിജയം. അവിടെയാണ് ഒക്കെ തകരുക. കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ പെട്ടെന്നൊരു സസ്പെൻഷൻ ആയിക്കൊണ്ട് ആ മഷറയിലെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ബാക്കി പറഞ്ഞു തന്നാലേ നിങ്ങൾ കൊതിച്ചിരിക്കുന്നത് അവസാനം കേട്ടാലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഉറക്കത്തായിരിക്കും. കുറച്ചങ്ങോട്ട് എത്തിയാൽ ആ മൈസൂരിലെ പ്രവാചകൻ, അല്ലെങ്കിൽ ആ മൈസൂരിലെ പ്രവാചകൻ ആദ്യം തുടങ്ങി പിന്നെ അതിന്റെ അടുക്കൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയം എന്താ? അതും അറിയില്ലേ? ഇത് രണ്ടോട്ടം ചോദിക്കണം, പിന്നെ ഉത്തരം പറയും. പിന്നെ മുതലേ നിങ്ങളെയൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ കൊണ്ടുപോകാലോ. ഏത് ഉത്തരം ഒന്ന് ചോദിച്ച് രണ്ടാമത്തിന് ഉത്തരം പറയും. അപ്പൊ ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെ ഖബറിലേക്കാണ് നമ്മൾ നാളെ പോകേണ്ടത്. ആ കട്ടിലിലേക്ക് പോകേണ്ടേ, ആ മരണക്കട്ടിലിലേക്ക് നമ്മളെ പോകേണ്ടേ. വിശാലമായി കിടന്നുറങ്ങിയ നമ്മുടെ അറയിൽ, നമ്മളെ AC റൂമില് കിടന്നുറങ്ങിയപ്പോ ഒരു നിമിഷം പടച്ചു തമ്പുരാനെ നമ്മൾ ഓർത്തില്ലല്ലോ, അള്ളാഹുവിനെ ഓർത്തില്ലല്ലോ. നമുക്ക് നാളെ ഖബറിലെ മണ്ണരയാകുന്ന ഖബറിലെ, ആരുമില്ലാത്ത ഖബറിലെ, ആരുമില്ലാത്ത സ്വന്തം ബന്ധക്കാരില്ലാത്ത ഖബറിലെ, താൻ സ്നേഹിക്കുന്ന, താൻ പ്രണയിച്ചു നടന്ന തന്റെ പ്രണയസഖിയില്ലാത്ത ഖബറിലെ, താൻ സമ്പാദിച്ച സമ്പാദ്യമില്ലാത്ത ഖബറിലെ, താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളും അവനെ സഹായിക്കാൻ വരുന്നത് ചില നന്മകളും മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് നന്മ വേണമെങ്കിൽ സദഖ ചെയ്തോ ഉപ്പാ, മടിക്കണ്ട. അപ്പോ ആ മനുഷ്യന് മരണപ്പെട്ടങ്ങ് കഴിഞ്ഞ ഖബറിന്റെ ഉള്ളകത്തിലേക്ക് ഒരു മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണല്ലയോ മനുഷ്യ, നീ ചെയ്ത തെറ്റുകളൊന്നും നീ എഴുതണേ. അപ്പം ചോദിക്കുക, ഇതാണിവിടെ കടലാസ്. അപ്പൊ നീ നിന്റെ വെള്ളത്തുണി എന്തിനാ? പിന്നെ ചോദിക്കും, പേന എന്തിനാണ്? പേന എവിടത്തോ? അപ്പൊ നിന്റെ ഈ ചൂണ്ടുവിരൽ എന്തിനാ? പിന്നെ മഷി എന്താ എവിടെയാണെന്ന് ചോദിക്കും, നിന്റെ ഉമിനീരെന്തിനാ? അങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്റെ വെള്ളത്തുണികളെ എഴുതി വെക്കുകയാ. മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളും ഒക്കെ അതിൽ എഴുതി വെക്കുമ്പോ എന്തായിരിക്കും എന്റെ സഹോദര നമ്മുടെ അവസ്ഥ? അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ഖബറിലെ, അത്രയും അധികം ഭയാനകരമായ ഖബറിലെ നമ്മൾ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, പടച്ചതമ്പുരാൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ആ മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞ് അങ്ങ് ചുരുക്കുക. അതിനു മുമ്പ് പല വിഷയങ്ങളുണ്ട്, ഇടക്കൊക്കെ കുടുങ്ങിപ്പോയി ഞാനങ്ങ് തുള്ളിയത്. അങ്ങനെ ഓരോ മനുഷ്യനെ അടിഞ്ഞങ്ങ് വീഴുമ്പോ ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ലോകത്തിന്റെ അവസാനത്തിലെ ചിലതുകളാണ്. ഒന്ന്, ഉമ്മയെ ഉപദ്രവിക്കുക. ചിലത് പറയുക ഉമ്മയെ ഉപദ്രവിക്കുന്നത്, ഒന്നുമ്മയെ ഉപദ്രവിക്കുന്നത്. തന്റെ മാതാവിനെ തല്ലുക, തന്റെ മാതാവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എന്റെ 5.5 കണ്ടിയിലെ തന്റെ ഉമ്മാനെ കുത്തിക്കുന്ന മോനെ മാനസികമായി കൊണ്ട് 5.5 കണ്ടിയിൽ നിന്ന് കുത്തിക്കുന്നു മാനസികമാമോനെ. അങ്ങനെ വരുന്ന പലയിടങ്ങളിൽ നിന്ന് പേപ്പറിൽ നിന്ന് എടുത്തു നോക്കിയ
ഇന്ന് ഫസ്റ്റ് പേജില് ഉമ്മയെ കൊന്ന മോന, ഉപ്പയെ കൊന്ന മോന, കുടുംബ കലഹങ്ങളാ, കുത്തിക്കൊന്നതും വെട്ടിക്കൊന്നതും. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, നമ്മുടെ കണ്ണൂർ ജില്ല. അങ്ങനെ ഈ ലോകം തന്നെ അവസാനിക്കുമ്പോ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഉപ്പമാരെ അകറ്റല, ഉപ്പമാരെ പറഞ്ഞതേ കേൾക്കൂല. പണ്ടൊക്കെ ഉപ്പാനോട് ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ അവിടെ തീട്ടോ മൂത്രോ അപ്പരം. ഇപ്പൊ എന്താ? ഉപ്പാനോട് പറയും, ഉപ്പാനോട് തന്നെ പറയണോ, രണ്ട് വർത്താനം പറയാണ് എന്ന് നേരെ തിരിച്ചാ പറയാ. ഉപ്പാനോട് പറഞ്ഞാലോ ഉമ്മാനോട് പറഞ്ഞാലോ ഏത് തലയിലുള്ള ഏത് കൊമ്പനോട് പറഞ്ഞാലും കേൾക്കൂല. പക്ഷേ ഈ മൂന്നാമത്തെ കാര്യം വല്ലാത്തതാ. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ കൂട്ടുകാർക്ക് വലിയ സ്ഥാനം നൽകുന്നു. ഞാൻ കൂട്ടുകാരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയിപ്പോ ഒരു ഉസ്താദ് വന്നിട്ട് എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു, ആ കുട്ടി എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറയാന്. ഉപ്പാനെ കുറിച്ചോ ഉമ്മാനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വിഷമുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാർ അവരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂലേ? അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോ മാതാപിതാക്കൾ കഴിഞ്ഞിട്ട് ഒക്കെ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നൊരു സഹാബി ചോദിക്കുകയാ, ഞാൻ ആദ്യമായി ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയാ സ്നേഹിക്കേണ്ടത്? ഉമ്മയാ. പിന്നെ രണ്ടാമതും ആരെയാ? നിന്റെ ഉമ്മയാ. മൂന്നാമതും ആരെയാ? ഉമ്മയാ. എന്റെ ഉമ്മമാർക്കൊക്കെ സന്തോഷമായി. പഠിച്ചോനെ നാളെയെങ്കിലും വന്നുകൊണ്ട് എന്റെ മോന് ഉമ്മ എന്നുള്ളൊരു വിളി വിളിക്കാൻ വേണ്ടി ഇതാ ഉമ്മമാരൊക്കെ ആകെ ചിരിച്ചിരിക്കുക. അല്ലാഹുവേ നാളെയെങ്കിലും എന്റെ കുഞ്ഞുമ്മ വന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഒരു സലാമ് പഠിച്ചു തമ്പുരാന് പറയാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഉമ്മാരൊക്കെ പറയാ പരാതിയായിരിക്കും. കാരണം ഇന്ന് പൊടി തള്ളേ ഉപ്പാന്റെ വാക്കേട്ട് ഞാൻ സ്കൂളിൽ ആദ്യം ചേർന്നപ്പോ എന്റെ പേരെന്താന്ന് വെച്ചു. എന്നോട് ഇങ്ങനെ നോക്കുക, എന്നോട് എന്റെ പേര് എന്നോട് തിരിയാ. മലപ്പുറം കണ്ണൂരുള്ള പ്രശ്നമാണ്. എന്റെ പേരെന്താന്നാ ചോദിച്ചേ. എന്റെ പേര് നമ്മളവിടെ എന്റെ പേരെന്ന് വെച്ചാ എന്റെ പേരാ. എങ്ങനെയാ അപ്പൊ തിരിയാന്ന് പറയുന്നത്? ഡ്യൂട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആവശ്യം അങ്ങ് നമുക്ക് തള്ളിക്കളെ. എന്റെ പേരും നിന്റെ പേരും എന്നുള്ള മാറ്റം ഉണ്ടാവും. അതാണ് മലപ്പുറം എന്റെ പേരെന്താ? എന്റെ പേര് എന്നോട് ചോദിച്ചാൽ നിർത്തല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഈ ഭൂമിക്ക് അവസാനമായിക്കൊണ്ട് നാലാമത്തെ അടയാളം എന്തെന്നറിയുമോ? പള്ളിയിൽ വെച്ചുകൊണ്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, പള്ളിയിൽ നിന്ന് അനാവശ്യമായി സംസാരിക്കുക, അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലേ വേണ്ട കേട്ടോ. ഇന്ന് പള്ളിയിലൊക്കെ പോയിക്കൊണ്ട് അവിടെ പോയിരുന്ന സെൽഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഇങ്ങനെ നെക്കി ഇങ്ങനെ കറക്കിയിട്ടായിരുന്നു, പിന്നെ നെക്കിയിട്ടായിരുന്നു, ഇനിയിപ്പോ ഇങ്ങനെ ആക്കിയിട്ടായിരുന്നു, ഇനി നക്കിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഓൾഡ് ഫാഷൻ, ന്യൂ ഫാഷൻ, ബാക്കോട്ടൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാല് ഇന്ന് നമ്മളൊക്കെ വരുമ്പോ തന്നെ 5-10 ആക്സിഡന്റ് കോഴിക്കോട് റൂട്ടിലൊക്കെ വന്ന് നോക്കിയാൽ മെയിനായിട്ട് കാണാൻ പറ്റുക. ആർക്കെങ്കിലും ആക്സിഡന്റ് കാണാന്ന് വിചാരിച്ചാ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ കോഴിക്കോട് മലപ്പുറം ഭാഗം ഒന്ന് നോക്കിയാൽ മതി, ദിവസവും കാണും. എന്ത് കാണാൻ നമുക്ക് വിചാരിച്ച കാരണം പടച്ചു തമ്പരാൻ കാലത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ കണ്ടത് 3 ബൈക്ക് അപകടങ്ങൾ. ചീർപ്പായാലല്ലേ, എന്തിനാ ആരിക്കാ തിരക്ക്? ഒരു കുസൃതി ചോദ്യം ചോദിച്ചോലെ ഏറ്റവും കൂടുതൽ അർജന്റുള്ള ടീം ഏതാണെന്ന് ചോദിച്ചോലെ അർജന്റീന എന്ന് പറഞ്ഞത്. അതുപോലെ ഏറ്റവും കൂടുതൽ അർജന്റുള്ള നമ്മളെ ചെറുപ്പക്കാർക്ക് രണ്ടും കുസൃതി ചോദ്യത്തിൽ വായിച്ചു നോക്കുമ്പോ ഏറ്റവും കൂടുതൽ അർജന്റുള്ള ടീം ഏത്? അർജന്റീന അറിയില്ലേ? ഇവിടെ ലോകകപ്പ് വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോ ആകെ ഒച്ചപ്പാടും ബഹളോ, രാത്രി ഉറങ്ങാതെ 2-3 മണിക്ക് വരെ പടച്ചോനെ കളി തുടങ്ങി. അർജന്റീന, ബ്രസീല് എന്തൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം കപ്പുണ്ടോയി ആരാ? അവിടെ നിന്നൊക്കെ ആരല്ലോ പറയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, ഇപ്രാവശ്യം റമദാൻ മാസത്തിൽ ആരൊക്കെ 30 നോമ്പ് നോറ്റെന്ന് വെച്ചാൽ ആകൊന്നും നമ്മളെ ഇത് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് അതൊന്നും ബാധ്യതയല്ല. നമ്മൾ അർജന്റീനന്റെ ഇതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മളെ ഉറങ്ങാതെ നമ്മൾ അതൊക്കെ ചെയ്യും. പക്ഷേ നോമ്പൊന്നും നമുക്ക് പടച്ചോൻ ഫർളാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളതൊന്നും നമ്മുടെ കാര്യത്തിൽ നോക്കൂല. നമ്മളൊക്കെ പിന്നെ നന്നാവാണ്ടായിപ്പോയി. അങ്ങനെ ഒരു ചിന്തയൊന്നും വരാൻ പാടില്ല.
കണ്ടില്ലേ, ഞാനേ ചെറിയൊരു വിഷയം പറയാൻ വിചാരിച്ചതാ. നോക്കുമ്പോ ഇത് 15 പോയി, 10:30 സംഘാടകരോട് പറഞ്ഞ ടൈമായി. എന്താ ചെയ്യാ? ഞങ്ങൾ മശ്രീയിലേക്കും കിടക്കട്ടെ. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇവിടെ ആള് കൂടി. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്? അഞ്ചാമത്തത് പാട്ടുപാടുന്ന പെൺകുട്ടികളാ. പാട്ടുപാടുന്ന പെൺകുട്ടികളാണ് അധികരിച്ചു വരുന്നത്. പാട്ടുപാടുന്ന റിയാലിറ്റി ഷോകള്, പാട്ടുപാടാനയക്കുന്ന പൊന്നമ്മമാരെ, നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങളെ മക്കളെ നിങ്ങൾ എന്തിലേക്കാണ് അയക്കുന്നത് എന്തെന്നറിയുമോ? നിങ്ങളെ മക്കളെ നിങ്ങൾ എന്തിലേക്കാണ്? ലോകാവസാനത്തിന്റെ അടിയാളങ്ങളിലേക്കാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ അയക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഓരോ മനുഷ്യനായി മശ്റയിലേക്ക് കടന്നു ചെല്ലുമ്പോ, മനുഷ്യനങ്ങ് മശ്റയിലേക്ക് കടന്നു ചെല്ലുമ്പോ നഗ്നപാതരായിക്കൊണ്ട മശ്റയിലേക്ക് കടന്നു ചെല്ലുന്നത്, ചില കർമ്മം ചെയ്യാത്തരായിക്കൊണ്ട, ഒരു വസ്ത്രമില്ലാതെ ഒരു ചാണകല സൂര്യൻ കത്തി ജ്വലിക്കുന്ന താഴെ ചെമ്മിന്റെ പാത്രത്തിന്റെ ഇടയിൽ കാലിങ്ങനെ തിളച്ചിങ്ങനെ പതച്ചു മറിയുന്നൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്, നല്ല മാർബിലും ടൈൽസിലൊക്കെ കാല് വെച്ച് നടന്നപ്പോ ചിന്തിച്ചില്ലല്ലോ എന്റെ മലപ്പുറത്തെ സഹോദരന്മാരെ, എനിക്കൊരു ആ മശ്റയിലേക്ക് അങ്ങ് ചെന്ന ആ പാത്രത്തിന്റെ അടിയിൽ, ചെമ്പ് പാത്രത്തിന്റെ അടിയിൽ കത്തിക്കരിഞ്ഞുകൊണ്ട് തലച്ചോറ് മുഴുവനും പതച്ചുകൊണ്ട് പൊന്തി മറിയുന്ന ആ മശ്റയിലേക്കാ നമ്മളെ കടന്നു ചെല്ലേണ്ടത്. സുബ്ഹാനല്ലാഹ്, എന്താണ് ലോക മുസ്ലിമേ നമ്മൾ മനസ്സിലാക്കാത്തത്? എന്താണ് മശ്റയിലെ ആ മശ്റ വെപ്രാളത്തോടെ ഓടാൻ തുടങ്ങുകയാ. മനുഷ്യനെല്ലാവരും ഓടാൻ തുടങ്ങുകയാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ഓടുകയാ. ആദം നബി പറയുകയാണ് കേട്ടോ, ആദം നബി പറയുക എനിക്കതിന് അർഹമല്ല. ആദം നബി പറയുകയാണ് എനിക്കതിന് അർഹമല്ല. രണ്ടാമത് ആ ഇബ്രാഹിം നോഹ് നബിയുടെ അടുത്തേക്ക് പോവുകയാ. നോഹ് നബിക്കും അതേ മറുപടിയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോവുകയാ. മൂസാ നബിന്റെ അടുത്തേക്ക് പോവുകയാ. ഈസാ നബിയുടെ അടുത്തേക്ക് പോവുകയാ. പ്രധാനപ്പെട്ട 25 നബിമാരിലൊക്കെ എല്ലാവരും ചുറ്റി നോക്കും. പക്ഷേ എല്ലാവരും പറയുന്ന മറുപടി എനിക്ക് സാധിക്കൂല. 24 പോകും. അവസാന ലോകത്തിന്റെ തന്നെ നായകനായ മദീനയുടെ മണവാളനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരഞ്ഞം കൊണ്ട് വിഷമങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുമ്പോ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങ് സുജൂദ് ചെയ്യുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ് ഇർഫാ റഅസക യാ മുഹമ്മദ്, മുഹമ്മദേ തലയുയർത്തൂ, മുഹമ്മദേ തലയുയർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിനകത്ത് നിന്ന് മശ്റയിലെ വിചാരണക്കായി പറയുകയാ. ആ മശ്റയിലെ പ്രവാചകൻ ആരാണെന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തോ. ലോകത്തിന്റെ നായകനെ, മദീനയുടെ മണവാളനെ, നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മശ്റയെ അങ്ങ് തിളങ്ങുമ്പോ ഓരോ മനുഷ്യനെയും വിളിച്ചുകൊണ്ട് വിചാരണ അങ്ങ് തുടങ്ങുമ്പോ ഓരോ മനുഷ്യന്റെ ഇവിടെ കാണുന്ന 2 തോളിലുള്ള ഓരോ മനുഷ്യന്റെ ഇഷ്ടങ്ങ് വായിക്കുമ്പോ അവനവൻ ചെയ്തുകൊണ്ട് എവിടെ നിന്നവൻ ചീത്ത വിളിച്ചോ, എവിടെ നിന്നവൻ തെറ്റ് ചെയ്തോ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല കേട്ടോ. അവിടെ വരുന്ന മശ്റയിലേക്ക് സാക്ഷിയായി വരുന്നത് ആ ഇവിടെ നിന്ന് കള്ളു കുടിച്ചോ സഹോദരാ, എവിടെ നമ്മൾ ചീത്ത വിളിച്ചോ ഉമ്മ, എവിടെ നിന്ന് ഫിത്ന പറഞ്ഞോ ഉപ്പ, ആ സ്ഥലം വന്ന പറച്ചു തമ്പുരാന്റെ മുന്നില് ആ മത്സരത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആ കൈകളാ സംസാരിക്കാൻ പോകുന്നവളെ, അവിടെ കാലുകളാ സംസാരിക്കാൻ പോകുന്നത് തന്റെ പ്രണയ സഖിയുമായി കൊണ്ട് ബീച്ചിൽ പോയിക്കൊണ്ട് കൂത്താടിക്കൊണ്ട് നടന്ന സഹോദര, തന്റെ കുടുംബ
കുടുംബമായിക്കൊണ്ട് തന്റെ ഭാര്യയുമായിക്കൊണ്ട് ആദ്യമായി പോയത് ഈ സിനിമ കാണാനാണെങ്കിൽ തെറ്റിയേ. തന്റെ ഭർത്താവ് കാണാതെ സെൽഫോണിൽ സംസാരിച്ചത് എവിടെയാ പിടിക്കുക? തന്റെ ഭാര്യ അറിയാതെ ഏതോ ഒരു പെണ്ണുമായി ചാറ്റിംഗ് ചെയ്തത് എവിടെയാ പിടിക്കുകയാ? അവിടെയാണ് തകർന്നടിഞ്ഞു പോകുന്നത്, അവിടെയാണ് തകർന്നടിഞ്ഞു പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ ഹബീബ് മാത്രമാ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് 4 കാര്യങ്ങളാ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക. ഒന്നാമത്തത് എന്തെന്നറിയുമോ? താളിൽ ഖുർആൻ ഓതുന്നവരാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്താൻ ടൈമായി. അപ്പൊ ഖുർആൻ ഓതുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തത് നാവിനെ സൂക്ഷിക്കുന്നവരാ. ആ നാവിനെ സൂക്ഷിക്കുന്നവരെ അല്ലാഹുവേ, അല്ലാഹുവേ ഞങ്ങളെ നാവിനെ നീ പടച്ചു തമ്പുരാനെ, അല്ലാഹുവേ നാവിനെ നീ സൂക്ഷിക്കാനുള്ള കഴിവ് നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മൂന്നാമത്തത് എന്തെന്നറിയുമോ? അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലാഹുവേ അവരെ നമ്മളെ ഉൾപ്പെടുത്തുക. സദഖ ചെയ്യുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ അവരെ സ്വർഗം കാത്തിരിക്കുന്നവരാ. റസൂലുള്ളാഹി പറഞ്ഞു തന്നതാ മഹ്ശറയിലെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാ. തങ്ങൾ പറഞ്ഞ കാര്യമായത്. ഇപ്പൊ നമുക്ക് സ്വർഗം വേണമെങ്കിൽ മഹ്ശറയിലെ പ്രവാചകനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൂന്നാമത്തെ കാര്യം സദഖ ചെയ്യുക, സകാത്ത് കൊടുക്കുക. പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ, അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് അവരാണ് കേട്ടോ മൂന്നാമത്തെ ആള്. അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്. നമ്മളെ സ്വർഗത്തെ കാത്തിരിക്കുമ്പോ സ്വർഗം നമ്മെ കാത്തിരിക്കണം. അതിൽപ്പെട്ട മൂന്നാമത്തെ ആൾക്കാരെ. നാലാമത്തെ ആരെന്നറിയുമോ? റമളാൻ മാസം നോമ്പ് നോൽക്കുന്നവരാ. റമളാൻ മാസം നോമ്പ് നോൽക്കുന്നവരാ. അല്ലാഹുവേ റമളാൻ മാസം പടച്ചു തമ്പുരാനെ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അല്ലാഹുവേ റമളാൻ മാസം പടച്ചു തമ്പുരാനെ നോമ്പ് നോറ്റിയാനുള്ള തൗഫീഖ് ആഹുവേ നൽകണം അല്ലാഹ്. ആഹുവേ നീ നൽകണം പടച്ച തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാതെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഹലാലായ എല്ലാ മുറാദുകളും മനസ്സിലാകാനും പരലോക വിജയത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണവള അൽഹംദുലില്ലാഹ് 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 റഹ്മാനുർ റഹീമായ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നാളെ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ആ ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹ് ആ സഹോദരിയെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും അത് നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി ഈ വേദിയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു പടച്ച തമ്പുരാനെ, നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവേ ആ സഹോദരി നീ സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ നീ പുറത്തു നൽകണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. നാളെ ഹബീബിന്റെ ജന്നാത്ത് ഫിർദൗസ് റസൂലുള്ളാഹിനോട് മുഹബ്ബത്ത് വെച്ച ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാമോ? മഹാനായ ഉബൈബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൂക്കിലേക്കപ്പെടുന്ന സമയത്ത് ഉബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാ, അല്ലയോ ഉബൈബേ ഈ സ്ഥാനത്ത് മുഹമ്മദാ വേണ്ടതെന്ന് പറഞ്ഞ ഉബൈബേ നിന്നെ ഞാൻ വിട്ടേക്കാമെന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ നായകനായ മദീനയുടെ മണവാളനോട് മുഹബ്ബത്ത് വെച്ച ഉബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബിന്റെ കാൽപാദത്തിന്റെ അടിയിൽ ഒരു മുള്ളു പോലെ തറക്കുന്നത് അതുപോലും എനിക്കിഷ്ടമില്ല കേട്ടോ, അതുപോലും എനിക്ക് സഹിക്കൂല എന്ന് പറഞ്ഞ പൊട്ടിക്കരണ്ട ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ മാതൃകയാക്കണ്ട പൊന്നുമ്മ. ആ ഉബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ മാതൃകയാക്കണ്ടേ. എന്നാൽ മാത്രമേ മഹ്ശറയിലെ പ്രവാചകനായ തിരുദൂതരെ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
നമുക്ക് ജീവിതത്തിൽ അച്ചടി പോലെ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹ്ശറയിലെ പ്രവാചകന്റെ ശുപാർശ ലഭിക്കുന്നവരിൽ അല്ലാഹുവേ അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ നീ ഉൾപ്പെടുത്തണം. പഠിച്ചു തമ്പുരാൻ നിങ്ങളെ പേരെന്നെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മളെ നാട്ടിലെ കോളേജിന് വേണ്ടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന്. എന്നാൽ നിങ്ങൾ നാളെ ആ ഹിഫ്ള് പഠിക്കുമ്പോൾ ആ കുഞ്ഞു മക്കൾ ഓതുമ്പോൾ നിങ്ങളുടെ ഒരു പങ്കുണ്ടായാൽ അല്ലാഹു നമ്മെ ആ ഒരു ഹാഫിളിന് 40 പേർക്ക് ശുപാർശ ചെയ്യുമെങ്കിൽ നമ്മളിൽ ഒരാളെ ആ കുഞ്ഞുമോൻ ഒരാൾ ശുപാർശ ചെയ്യുന്നു. എൻ്റെ ഉപ്പാപ്പമാരെ എൻ്റെ ഉമ്മമാരെ നിങ്ങളെ കുട്ടികളെ കയ്യിലംഗം കൊടുത്തിട്ട് വിജയിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം അല്ലാഹുവേ. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ഞങ്ങൾ ദോഷികളാണ് പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും നീ പുറത്തു നൽകണം അല്ലാഹ്. അറിഞ്ഞും അറിയാതെയുമായ എല്ലാ തെറ്റ് പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ പുറത്തു മാപ്പാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണം അല്ലാഹ്. അവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഒരുമിച്ച് കൂടിയവരെ നീ സ്വീകരിക്കണം അല്ലാഹ്. അവിടെ എന്ത് വിഷമമുണ്ടെങ്കിലും നീ പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയ പോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ നീ നൽകണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ നല്ല മരണം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ നല്ല മരണം നീ നൽകണം അല്ലാഹ്. ഈമാനോടുള്ള മരണം നീ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഈമാനുള്ള മരണം നീ നൽകണം അല്ലാഹ്. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കുന്നവർ അല്ലാഹുവേ അർഹമുർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണം പടച്ച തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. പള്ളിക്ക് വേണ്ടി കൊടുക്കാനും മറ്റുള്ളതിന് വേണ്ടി കൊടുക്കാനും തയ്യാറായവരെ നീ സ്വീകരിക്കണം അല്ലാഹ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ഈ അല്ലാഹുവേ സംഘടനയെ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ അല്ലാഹ് സ്വീകരിക്കണം പടച്ച തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. ദീർഘായുസ് നീ കൊടുക്കണം അല്ലാഹ്. എന്ത് വിഷമ പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ നീ മാറ്റി കൊടുക്കണം പടച്ച തമ്പുരാനെ.